സാധനം ഉണ്ടാക്കാൻ പോവാണ്. ആക്ച്വലി പുതിയതല്ല, ഞാനിതിന് മുന്നേ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചായിരുന്നു, പക്ഷെ അന്ന് അതിൻ്റെ പ്രോസസ്സ് കാണിക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിച്ചു തരാം. അതായത് ഇന്ന് ഉണ്ടാക്കുന്നത് പറുദീസ ചിക്കനാണ്. അപ്പോൾ ഞാനും കുട്ടും കൂടി ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും ഇന്നത്തെ ഞങ്ങളുടെ ഒരു നൈറ്റ് ടൈം റൊട്ടീൻ എന്നൊക്കെ പറയാം. എല്ലാ ദിവസവും ഇതുപോലെയല്ല, പക്ഷേ ഇന്ന് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ കുട്ടു നമ്മുടെ പറുദീസ ചിക്കന് വേണ്ട ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ കാര്യങ്ങളൊക്കെ ചെയ്യണത് കുട്ടുവാണ്, അല്ലേ കുട്ടു? യാ 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 അതാ ചോര കണ്ട് തുടങ്ങണത് നല്ലതാ. അതിങ്ങനെ ചിക്കൻ കഴുകുമ്പോൾ ചോര വരണേ. കണ്ടുപിടെ ബോയിങ്ങിലെ ചിക്കൻ പോലെ ഇല്ലേ, ഷാർപ്പായിട്ടുള്ള എല്ലാണോ? ഓ മൈ ഗോഡ്. പറുദീസ ചിക്കൻ ഉണ്ടാക്കാനായിട്ടൊരു ഫുൾ ചിക്കൻ നമ്മളിവിടെ കഴുകി സെറ്റാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട മസാലകളൊക്കെ ഒന്ന് കാണാം. കുട്ടു ചിക്കു ഷേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഓരോ പരിപാടിയിലാണ്. അതിനുവേണ്ടി ഭയങ്കര കട്ടയായിട്ടുള്ള പാലിങ്ങനെ അടിച്ചടിച്ച് കട്ട കളയാണ്. കുട്ടു ഒരു ഷേക്ക് സ്പെഷ്യലിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ പറുദീസ ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ നമ്മൾ ഫുൾ ഇങ്ങനെ നന്നായി കഴുകിയിട്ട് ഫുൾ ഇങ്ങനെ ഹോളാക്കി കൊടുക്കണം. ഒരു ഫോർക്ക് വെച്ച് കുത്തിയിട്ട് നന്നായിട്ട് ഹോളാക്കി കൊടുക്കണം. എന്താ വെച്ചാൽ അല്ലെങ്കിൽ മസാല നമ്മളതിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ എല്ലാ സൈഡിലും ഹോളാക്കി മസാല കുത്തി 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 നമ്മൾ ആ ചിക്കനെ അങ്ങോട്ട് ഒരു ഹോൾ ചിക്കനാക്കി എടുക്കണം. നന്നായിട്ടുണ്ട്. ഷേക്ക് ഉണ്ടാക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ അവൻ സമ്മതിച്ചില്ല, വേഗം ഉണ്ടാക്കി. സോ എനിക്കതിൻ്റെ കലിപ്പാണ്. എന്നാലും ഷേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, സത്യം പറയാലോ. അപ്പോൾ ഇനി മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ്. ആക്ച്വലി ഞാൻ മുളക് പൊടി വെച്ചിട്ട് കാശ്മീരി ചില്ലി എടുത്തു. പിന്നെ എനിക്ക് മനസ്സിലായത് കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ കാശ്മീരി ചില്ലി കുറച്ച് അധികം ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു കളറ് കിട്ടില്ല. പിന്നെ നമ്മൾ നോർമൽ സാധാരണ ഇടുന്ന മുളക് പൊടിയില്ല, എരിവ് എങ്ങനെയാണെന്നനുസരിച്ചിട്ട് ഞാനൊരു 3-4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ എല്ലാവർക്കും നല്ല എരിവ് വേണം. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നമ്മൾ മുളകിട്ട് കൊടുക്കുക. പിന്നെ മുളക് നന്നായി ഓരോരുത്തർക്ക് എത്രയോ ടേസ്റ്റിനാണ് മുളക് എരിവ് വേണം എന്നുള്ളവരുള്ളവർക്ക് അതിനനുസരിച്ച് എരിവ്. ഇവിടെ എല്ലാവർക്കും നല്ല എരിവ് വേണം, അതുകൊണ്ട് അത്യാവശ്യത്തിന് ഇട്ടെടുത്തു. അതിനുശേഷം പിന്നെ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് മാഗി ക്യൂബാണ്. ഞാൻ ഒരു മാഗി ക്യൂബാണ് ഇട്ടിരിക്കുന്നത്. അത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാഗി ക്യൂബ് ഇട്ടാൽ നല്ലതാണ്. പിന്നെ പുതിയ ചിക്കൻ മസാലയുടെ പാക്കറ്റ് വാങ്ങിയത് കൊണ്ടാണ് ഞാൻ വേറെ പാത്രത്തിലേക്കൊന്നും ആക്കിയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ലേശം ഗരം മസാലയും കൂടി നമുക്കിതിന് ആവശ്യമുണ്ട്. ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണെങ്കിലും അല്ല മറ്റേ നമ്മുടെ സ്പൈസസ് ഒക്കെ ഇല്ലേ, അത് പൊടിച്ചിട്ടാണ് നമ്മൾ ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണ്. അപ്പോൾ അതും ഒരു 2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും നമുക്കിതിനാവശ്യമുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടി അത്യാവശ്യത്തിന് നമ്മൾ എരിവിട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പക്ഷേ കുരുമുളക് പൊടി ഒരു ഫ്ലേവറിനാണ് ഉണ്ട്, ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ ഇടണുള്ളൂ, കാരണം അത്യാവശ്യത്തിന് മുളക് പൊടി ഉള്ളത് കാരണം. പിന്നെ ഞാൻ കുരുമുളക് പൊടിയൊന്നും ഇടുന്നില്ല, 2 ടീസ്പൂൺ ഇട്ടിട്ട് സെറ്റാക്കി. പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് വേണം. ഇടയ്ക്കൊന്ന് ഉപ്പ് ഇട്ടിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കി അത് ആ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെയും നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് അനുസരിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് ഉപ്പിടുക. ഞാൻ കുറേശ്ശെ ഉപ്പിട്ടിട്ടാണ് കേട്ടോ ചെയ്യുക. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനത് വീട്ടിൽ അപ്പം തന്നെ അരച്ച് സെറ്റാക്കിയത്. ആക്ച്വലി ഞാൻ മറന്നുപോയിണ്ടായിരുന്നു, പെട്ടെന്നാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അരച്ച് അപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട്. അത് പിന്നെ വേണ്ടത് നമ്മുടെ
മല്ലിച്ചെപ്പ്, പുതിന അതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ചെറുതാക്കി മല്ലി വേണം, പുതിനയിലയും വേണം, രണ്ടും കൂടി ചെറുതാക്കി കട്ട് ചെയ്ത് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വിനാഗിരി വേണം, വിനാഗിരിയും കൂടി അതിലേക്ക് ഈ മിക്സിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇതിലേക്ക്. അത്യാവശ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. ഓയിൽ ഏതാണെങ്കിലും യൂസ് ചെയ്യാം. നോർമൽ വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയാണ് ഇവിടെ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കുറച്ചധികം തന്നെ ഒഴിച്ച് നന്നായിട്ട് ഇത് മിക്സ് ആവണ പോലെ വെളിച്ചെണ്ണ വേണം കേട്ടോ. നല്ല രീതിയിൽ വെളിച്ചെണ്ണ വേണം. എന്നാലാണ് അതിങ്ങനെ ഒന്ന് കുഴമ്പ് രൂപത്തിലായിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിലേക്ക് അത് കിട്ടുള്ളൂ. പിന്നെ ആഡ് ചെയ്യാൻ കുറച്ചും കൂടി വിനാഗിരി വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം, ഒരു പുളിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു ലൂസ് ടെക്സ്ചറും കിട്ടും. അപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ അത്യാവശ്യം തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഓയിലാണെങ്കിൽ ഓയിൽ അത് വേണ്ടി വരും കേട്ടോ. നന്നായിട്ട് എന്നിട്ടാണ് മിക്സ്ചർ റെഡിയാക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ ചേർക്കാം. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടായിരുന്നില്ല. അപ്പം നന്നായിട്ടത് മിക്സ് ചെയ്യുക. നല്ലൊരു പേസ്റ്റ് പരുവത്തിലാവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് അങ്ങനെ സെറ്റാക്കി വെക്കാം. അതിനിടയിൽ ഞാനൊരു കാര്യം പറയാം. വീഡിയോസ് കാണുന്നവരെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ട് അത് വീഡിയോസ് കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ലൈക്സ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാനൊരു മോട്ടിവേഷൻ വരും ഇനിയും വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് വീഡിയോസ് കാണാം. എന്നിട്ട് ഞാനിങ്ങനെ പേസ്റ്റ് ആക്കുമ്പോൾ അതിൽ കുറച്ച് നാരങ്ങ ഒഴിക്കാനായിട്ട് കുട്ടു ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ നാരങ്ങ കുട്ടു ഒഴിച്ചു തന്നു. ആക്ച്വലി ഞാൻ വിനാഗിരി ഇട്ട കാരണം നാരങ്ങ ഒഴിക്കണ്ട വിചാരിച്ചായിരുന്നു. പക്ഷേ കുട്ടു പറഞ്ഞു അതൊരു ഫ്ലേവറാണ്, ഭംഗിയല്ല ടേസ്റ്റും ഉണ്ടാവും ഒഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഒഴിച്ചു. അതൊരു ആഡ് ഓൺ ആണ്, ഞാൻ ഇപ്രാവശ്യം പുതിയത് ചേർത്തതാണ്. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. അത് പുളിയൊന്നും കൂടത്തൊന്നുമില്ല. വിനാഗിരിയുടെ ഇതിൽ അത്യാവശ്യം മസാല കുറച്ചൊരു പുളിപ്പുള്ള മസാലയാണ്. അപ്പോൾ കുറച്ച് ടേസ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ പേസ്റ്റ് ആവുന്ന വരെ കാരണം നമ്മളതിൽ വെള്ളം ആഡ് ചെയ്യുന്നില്ല, ഓയിൽസ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഓയിൽ ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് അത്യാവശ്യം വേണ്ടി വരും. അത്രയും ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ പറ്റാവുന്ന പേസ്റ്റ് രൂപത്തിലാവുന്നത് വരെ കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നല്ല പേസ്റ്റായിട്ട് നമ്മൾ ഈ ചിക്കനിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം. ഇങ്ങനെ തേച്ച് കൊടുക്കാനായിട്ട് എല്ലാ സൈഡിലേക്കും നന്നായിട്ട് മസാല തേക്കുക. അപ്പോൾ ഈ മസാല തേക്കുമ്പോൾ നന്നായിട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ അത് അതുപോലത്തെ പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ടാവണം. അതുകൊണ്ട് അത്യാവശ്യം നിങ്ങൾ മസാല കൂട്ടണ സമയത്ത് തന്നെ നന്നായിട്ട് അതിൽ എണ്ണയൊക്കെ ഇട്ടിട്ട് നല്ല ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്ന ഒരു രൂപത്തിലാക്കുക. ഇപ്പോൾ മറ്റേ ബോയിങ്ങിൽ ചിക്കൻ കോഴി ആ ഒരു സാധനം ഓർമ്മ വരും. എപ്പോൾ ഇങ്ങനെ ചിക്കൻ കിട്ടിയാലും എനിക്കത് ഓർമ്മ വരും. അങ്ങനെ അത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അങ്ങനെ തേച്ച് പിടിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി നമ്മുടെ ചിക്കനെ എല്ലാ സ്ഥലത്തേക്കും അകത്തും ഉള്ളിലും നമ്മുടെ ഹോളിൻ്റെ ഇടയിൽ കൂടെ വെച്ചിട്ട് നല്ല ഭിത്തിയിലും ഒക്കെ നന്നായിട്ട് ആ ഒരു ഈ മസാല എത്തിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കുകയുള്ളൂ. പിന്നെ ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 1 to 2 മണിക്കൂറോളം വെക്കുക. സമയത്തിനനുസരിച്ച് എങ്ങനെ പോലും 1 മണിക്കൂർ എന്തായാലും വെക്കുക. എന്നാൽ മാത്രമേ അത് മസാല പിടിച്ചങ്ങനെ സെറ്റായിട്ടിരിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങളത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇനി അതൊരു 2 മണിക്കൂർ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ലുട്ടു ആണ് വായിക്കുന്നതെന്ന്. നോക്കുമ്പോൾ അപർണയായിരുന്നു വായിക്കുന്നുണ്ടായിരുന്നു. ലുട്ടു അതിൻ്റെ മേലെ കയറി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. താഴെ നമ്മുടെ ലിയോ നോക്കിയാൽ കിടന്നു. അവൻ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ആൾക്കാർ ഇരിക്കുന്നിടത്ത് പോയിട്ട് ഇരിക്കണം. ഉറങ്ങും. അതാണ് പുള്ളിയുടെ മെയിൻ ഹോബി. ഒറ്റയ്ക്കും എവിടെ ഇരിക്കില്ല. ആരാണെങ്കിലും ഞാൻ വിളിച്ചപ്പോൾ എഴുന്നേറ്റതാണ്. ആരും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ അടുത്ത് പോയിരിക്കും. അതാണ് അവൻ്റെ ഹോബി. അങ്ങനെ ഞങ്ങൾ അടുത്തൊരു ചെറിയ പരിപാടി, അതായത് ഒരു കാർഡ്സ് കളിക്കാറുണ്ട് ഡെയിലി. അപ്പോൾ അത് കളിക്കാൻ വേണ്ടിയിരുന്നു. പക്ഷെ നോക്കുമ്പോൾ അമ്പലത്തിൽ പരിപാടി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത അമ്പലത്തിൽ. അപ്പോൾ അമ്മയും അപർണയും ലുട്ടുവും കൂടി അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. എന്തായാലും അങ്ങോട്ട് പോയി അതൊരു 10 മിനിറ്റ് കണ്ട് വരുമ്പോഴേക്കും നമ്മുടെ പർദീസ ചിക്കൻ ഏതാണ്ട് സെറ്റാവും. അപ്പോൾ അവരങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പം ഞാനും അഗിയും പോണില്ല. നമുക്ക് ചിക്കനിലേക്കുള്ള ചിക്കൻ ഇതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെയാണ് നല്ലത്. അപ്പോൾ പരിപാടിക്കോ അതെന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോകാൻ നിന്നില്ല. പുസ്തകം കാണിച്ചത് അവൻ്റെ കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ അമ്മയും അപർണയും ലുട്ടുവും കൂടി പോവുകയാണ്. ലിയോ നോക്കി നിൽക്കണ്ടിരിക്കും. ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത് നല്ലത്. പക്ഷെ ലിയോ പിന്നാലെ പോയില്ല, കാരണം ഞങ്ങൾ രണ്ടാളും ഇവിടെ കണ്ട കാരണം അവൻ പോയില്ല. അവർ വണ്ടിയെടുത്ത് അങ്ങനെ അവരങ്ങോട്ട് പോയി.
അവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഇറങ്ങി, ഞങ്ങൾ പൊറോട്ട വാങ്ങാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ലിയോയ്ക്ക് ഒരു ഇവർ പോവാണോ, ഇവരും പോവാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായാലോ എന്നുള്ള മൈൻഡിൽ നിൽക്കുകയാണ്. പക്ഷേ സാരമില്ല, ഞങ്ങൾ എത്ര വീടിൻ്റെ അകത്തേക്കാക്കാൻ നോക്കിയിട്ടും അവൻ അകത്തേക്ക് കയറാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ പുള്ളി പുറത്ത് തന്നെ നിന്നു. അപ്പം ഞങ്ങളാണെങ്കിൽ വേഗം പോയിട്ട് വരാമെന്നുള്ള പ്ലാനിൽ ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ കുറേ കടകളാണിത് കിട്ടണത്, പൊറോട്ട കിട്ടണത്. അങ്ങനെ ഞങ്ങൾ പോയി ഒരു 4-5 പൊറോട്ട വാങ്ങാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തു. ഇവിടെ എന്ന് വെച്ചാൽ അതായത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ഫുൾ ഇതുപോലത്തെ തട്ടുകടകളാണ്. അങ്ങനെ ഞങ്ങൾ വേഗം പൊറോട്ട വാങ്ങി നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. കണ്ടോ, ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഉള്ള ഓരോ തട്ടുകടകളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. വേറെ എങ്ങോട്ടും കയറിയില്ല, കാരണം ലിയോ പുറത്താണല്ലോ. അപ്പോൾ നമുക്ക് ആകെ ടെൻഷനായിരുന്നു. നോക്കുമ്പോൾ പുള്ളി അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് പഠിക്കാൻ തന്നെ കാത്തു നിൽക്കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു പിന്നെ കുറച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്ക് ഏതാണ്ട് ഒരു 2 hours കേട്ടോ. നമ്മൾ പോയി വർത്താനൊക്കെ പറഞ്ഞ് വന്ന് അങ്ങനെ ആകുമ്പോഴേക്കും അപ്പം ഞങ്ങൾ പുറത്തെടുത്തു. ഒരുപാട് നേരം വെക്കാൻ സമയമില്ല, ഒന്നാമത്തെ രാത്രിയാണല്ലോ, എല്ലാവർക്കും വിശക്കും. അവരെത്തുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് ആക്കി വെക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പുറത്തെടുത്തു. മാക്സിമം 2 hours നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെക്കാൻ നോക്കുക കേട്ടോ, അപ്പോഴാണ് കൂടുതൽ സോഫ്റ്റ് ആവുള്ളൂ. പക്ഷേ ഇത് ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എടുത്ത് നമ്മളിതൊന്നും ചെയ്യേണ്ട, നമ്മളൊരു ഞങ്ങൾ ആ പാനിൽ തന്നെയാണ് ചൂടാക്കിയത്, അടുപ്പത്തേക്ക് വെച്ചത്. സെയിം അതിൽ തന്നെ വെച്ച് ഭയങ്കര സിമ്മിലിട്ട് അടച്ച് വെച്ചിട്ട് സ്ലോ കുക്കിംഗ് ആണ് ഇതിൻ്റെ പ്രോസസ്സ് കേട്ടോ. സിമ്മിലിട്ടാൽ മതി, കാരണം മസാല തേച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഫ്ലെയിം കൂട്ടിയാൽ കരിയും. അപ്പം ഞങ്ങൾ സിമ്മിലിട്ടിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറച്ചു കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് വേവുമ്പോൾ ഇതിനകത്ത് നിന്ന് ഇതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ ജ്യൂസൊക്കെ ഇങ്ങനെ ഇറങ്ങും, കുറച്ച് ഗ്രേവി ആയിട്ട് വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഒരു 10 മിനിറ്റ് ഉണ്ട്, 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് മറച്ചും തിരിച്ചു കൊടുക്കും. ഒരു 1/2 hour 30 minutes കുക്കിംഗ് വേണം. അപ്പോൾ ഞങ്ങളിത് ചെയ്യുമ്പോഴേക്കും അവരെത്തി. അവരൊക്കെ വന്നു. ലുട്ടൂന് ശരിക്കും ഇങ്ങോട്ട് വരാതൊരു ഇരിക്കപ്പുറതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ വേഗം വരണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അപ്പോൾ അങ്ങനെ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് നോക്കുക വേണ്ടിയിട്ട് അത് ഇങ്ങനെ കുക്കിങ്ങിനിടയിൽ കണ്ടോ, ഇടയ്ക്ക് ഇങ്ങനെ മറിച്ചിടുമ്പോൾ കുറച്ചധികം ഗ്രേവി ഇങ്ങനെ വരുന്നുണ്ട്, അടിയിലിങ്ങനെ ഊറി വരും. അതായത് ഇങ്ങനെ കുക്കാവുമ്പോൾ ഉള്ളിൽ നിന്നുള്ള ഒരു ഇതിങ്ങനെ വരും. പിന്നെ ഇങ്ങനെ മസാല പിടിച്ച് നല്ലൊരു സ്മെല്ലും വരും. പിന്നെ നമ്മുടെ ചിക്കൻ നമുക്കറിയാം കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സോഫ്റ്റായിട്ട് നമ്മളതൊന്ന് വെച്ച് കുത്തി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇങ്ങനെ പോവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തായാലും സമയമുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ യൂനോ കാർഡ് കളിക്കാൻ തീരുമാനിച്ചു. ആക്ച്വലി ഞങ്ങളിത് പുറത്തിരുന്നിട്ടാണ് കളിക്കാറ്. അപ്പോൾ എന്തായാലും ഇത് ഇളക്കണമല്ലോ, ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടണം. അപ്പോൾ അത് മറക്കാതിരിക്കാൻ വേണ്ടി കിച്ചണിലായിരുന്നു ഇന്നൊരു യൂനോ കാർഡ് പ്ലേയിങ് ഫുള്ള്. അങ്ങനെ എല്ലാവരും യൂനോ കാർഡ് പ്ലേ ചെയ്യണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂനോ കാർഡ് കളിക്കാൻ അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് യൂനോ കാർഡ് കളിക്കുന്നത്. ഞാനതിൽ എക്സ്പേർട്ടാണ്. അങ്ങനെ ഞാൻ കളിക്കാനിരുന്നു, ഞാൻ വിന്നറായിരിക്കുകയാണ്. എൻ്റെ കളി പെട്ടെന്ന് കഴിഞ്ഞു. ഇവർക്കൊന്നും എക്സ്പീരിയൻസ് ഇല്ല. ഇതിനൊരു പ്രോ കളി വേണം. നമുക്ക് ഇതിനൊക്കെ സെക്കൻഡുകൾ മതി. കളിച്ചോണ്ടിരിക്കും. എന്റെ കൂടെയുള്ള സഹവാസം കാരണം കുട്ടുവും പഠിച്ചിരിക്കുന്നു, കളി പഠിച്ചിരിക്കുന്നു. അതിപ്പോ എങ്ങനെയാ അടുത്ത മറച്ചിടലിലേക്കുള്ള സമയമായിരിക്കുന്നു. എന്റെ മിനിറ്റ് ആരാ ജയിച്ചേ? ലുട്ടു. ആരാ ഇപ്പൊ ലൂസർ? മീമ is the loser. ഒരു മിനിറ്റ് എന്തായിരുന്നു? ഭാഗ്യത്തിന് അവൾ വിന്നറായിരിക്കുകയാണ്. പാശം. അങ്ങനെ ഇപ്രാവശ്യത്തെ കളിയിൽ കുട്ടു ഫെയിലായിരിക്കുകയാണ് ടോട്ടലി. ലുട്ടു വിൻ ചെയ്തു. അല്ല, വിൻ ചെയ്തത് അപർണ, സെക്കൻഡ് ലുട്ടു, third and the fourth Kuttu. Last sorry one. Guys. Chicken ano? The cameraman.
അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇതിലേക്ക് നല്ലോണം ഗ്രേവി ഇങ്ങനെ ഇറങ്ങി വന്നു. ഇനി എന്താ വേണ്ടത് വെച്ചാൽ ലൈക്ക് ഗ്രേവി ഇങ്ങനെ എടുത്ത് ചിക്കനിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അടച്ച് വെക്കേണ്ട, എന്തായാലും നന്നായി കുക്കായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രേവി ഒഴിച്ച് വരില്ല. ഇനി ആ ഗ്രേവി എടുത്ത് ചിക്കനിലേക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ മറച്ചും തിരിച്ചും ഇട്ട് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല മസാലയുടെ ഒരു മണം വരും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കാഷ്യൂ പേസ്റ്റ് ആട്ടോ, അത് നല്ല അണ്ടിപ്പരിപ്പ് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിലായിട്ട് അടിച്ചെടുത്തു. ഞാനൊരു 2 പാക്കറ്റ്, നമ്മൾ പായസത്തിനൊക്കെ ഇടുന്ന അണ്ടിപ്പരിപ്പില്ലേ, അതൊരു 2 പാക്കറ്റ് വാങ്ങി അതാണ് അടിച്ചത് കേട്ടോ. വേറെ ഒന്നും ഇതിലില്ല, അത് ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതായത് ഗ്രേവി ഒന്ന് തിക്കാവും, ഒരു ക്രീമി ടെക്സ്ചർ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ കുട്ടു അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചതൊന്നും കൂടി ഒന്ന് കലക്കി ആ ചുറ്റുള്ളതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താണ്. അപ്പോൾ ഇതിൽ ചേർത്ത് ഞങ്ങൾ നേരെ എടുത്ത് സെർവ് ചെയ്തു. അത് അതിൻ്റെ ഒരു തിക്കുണ്ടാക്കില്ല സെർവ് ചെയ്ത ബ്യൂട്ടിഫുൾ ഫോട്ടോ ഞാൻ എടുത്തില്ല, വീഡിയോ എടുത്തില്ല. എനിവേ ഞങ്ങളതുപോലെ സെർവ് ചെയ്തു. പിന്നെ ഒരു മത്സരം, ഒരു കുത്തിപ്പറക്കലായിരുന്നു കേസ്. ഇതേ കണ്ടില്ലേ, ഇതുപോലെയൊക്കെ ആയിരുന്നു ഇത് എടുത്തിരുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഇത്തിരി വൃത്തി മെനക്കൊക്കെ എടുക്കാൻ ശ്രമിക്കാം. എനിക്ക് വെച്ചില്ലല്ലോ കുട്ടു, വെച്ചാ എങ്ങനെയാ ലിവർ വേണോ? ലിവറിന് പറഞ്ഞ എന്താ അമ്മ? കരള്, കോഴിയുടെ മുട്ടയാ? കരള്, കോഴിമുട്ടക്ക് കോഴിമുട്ടാന്ന് പറയും. കരള് പറഞ്ഞെന്താ? ലിവർ. എന്താ ചെയ്യാ? ലിവറും എങ്ങനെയുണ്ട് മമ്മി? സൂപ്പർ പറയും. എങ്ങനെയുണ്ടാ പറഞ്ഞ ഓക്കെ കിട്ടു. അപ്പോൾ നമ്മുടെ കുക്കിങ്ങും കഴിക്കലും എല്ലാം കഴിഞ്ഞു. ഇതാ പ്ലേറ്റ്സൊക്കെ കാലിയായി. അപ്പോൾ അടിപൊളിയായിരുന്നു ചിക്കൻ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ പരിപാടിയാണ്. പെട്ടെന്ന് ആവുമെന്ന് വെച്ചാൽ പെട്ടെന്ന് ആവില്ല, പക്ഷെ എന്നാലും അത് ഉണ്ടാക്കുക കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.